വെള്ളിച്ചമ്മലയുടെ പകുതിയോളം വരുമ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ വ്യൂ ആണ് കാണുന്നത്. കേട്ടോ, നല്ല മഞ്ഞിൽ മൂടി കിടക്കുന്ന ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഏറ്റുമാനൂർ നേച്ചർ റൈഡേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പൂഞ്ഞാറുള്ള അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ഭരണങ്ങാനം വരെ വന്നപ്പോഴേക്കും അതിശക്തമായ മഴ. 2 മണി തൊട്ട് ഏകദേശം ഒരു 4:45 വരെ ഞങ്ങളുടെ പോസ്റ്റായിപ്പോയി. അപ്പം ഞങ്ങളിങ്ങനെ പോസ്റ്റായി റൈഡ് ഒഴിവാക്കിയേക്കാനും പുറത്ത് നിൽക്കുമ്പോഴേക്കും ആ കടയെ വെച്ച് പരിചയപ്പെട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കടയെ വെച്ച് പരിചയപ്പെട്ട ആ ചേട്ടൻ ഇവിടെ കണ്ട് ഈ നമ്മുടെ ഈരാറ്റുപേട്ട ഒരു വല്യച്ഛന്മല ഉണ്ടെന്ന് പറഞ്ഞു. എറണാകുളം വന്നതല്ല, റൈഡ് ബിസിയാണല്ലോ എന്നോർത്ത് നമ്മുടെ പൂഞ്ഞാറ് അരുവിക്കച്ചാൽ നമ്മൾ മാറ്റി ഈരാറ്റുപേട്ട വല്യച്ഛന്മല ആക്കിയേക്കാണ്. അപ്പം വല്യച്ഛന്മലയിലെ കാഴ്ചകളിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുമല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭരണങ്ങാനത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വൈകിയൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം കയറുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇല്ലിക്കലൊക്കെ നോക്കി വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ മൂടൽമഞ്ഞുണ്ട്, എന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇല്ലിക്കൽ കാണാം കേട്ടോ. തന്നെ രസമല്ലേ? പ്രത്യേക ആംബിയറല്ലേ അവിടെ നിൽക്കുമ്പോൾ അല്ലേ? ഒരു ആംബിയറിലാണെങ്കിൽ അതെ അതെ, കാര്യം ഒരു റോഡ് സൈഡ് നമ്മളെപ്പോഴും കാണുന്ന ഒരു പാലം, ഒരു റിവർ അല്ലേ? അതെ അതെ, അതൊക്കെ ആണെങ്കിലും പക്ഷെ ഇത് കാണുമ്പോൾ ഇവിടെ പ്രത്യേക ഒരു ആംബിയർ നമുക്ക് നൈസ്. കണ്ടോ, പാമ്പ് കത്തി കൊടുത്ത് ഇവിടെ സംഭവം കാണുന്നല്ലേ? അതെ അതെ. കിട്ടുന്നുണ്ടോ ക്യാമറയ്ക്കകത്ത്? ചുറ്റും കുറച്ച് മൂടലുണ്ടെന്ന്, മഴ പെയ്ത് കിടക്കുന്നത്. ഫൈനലി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഈ കാണുകയാണ് വല്യച്ഛന്മല. ഇവിടെ നമുക്കില്ല 1/2 കിലോമീറ്റർ കട്ടിയില്ലാതെ നമുക്ക് വല്യച്ഛന്മല ചെല്ലാൻ പറ്റുന്നു. അപ്പം ഈ വല്യച്ഛന്മല അവിടുത്തെ കാഴ്ചകൾ എന്നാക്കിയാൽ നമുക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ? സമയങ്ങളേത് പോകാം അല്ലേ? ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ വേണ്ടേ നമ്മുടെ വെള്ളിച്ചമ്മലയുടെ പകുതിയോളം വരുമ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ വ്യൂ ആണ് കാണുന്നത്. കേട്ടോ, നല്ല മഞ്ഞിൽ മൂടി കിടക്കുന്ന, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. മേഘം പൊട്ടി കിടക്കുന്നല്ലേ? മേഘം പൊട്ടി, അത് തന്നെ നിഖില് പറഞ്ഞ പോലെ മേഘം പൊട്ടി തെറിച്ച് കിടക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ആകാശത്ത് നിന്ന് മേഘം പൊട്ടിത്തെറിച്ച് കിടക്കുന്ന കൂട്ടൊരു ഫീലല്ലേ കാണാൻ.
അടിപൊളിയല്ലേ, അടിപൊളി. വാവ്. വെള്ളച്ചാട്ടം ആ അതെ, എനിക്ക് തോന്നുന്നേ വെള്ളച്ചാട്ടം അല്ലേ, ഫ്രീസായിട്ട് ഫ്രീസായിട്ട് നിൽക്കുന്നത്. കറക്റ്റ് സെറ്റ് സാധനം. അടിപൊളി കേട്ടോ. ഈ കാണുന്ന ഇല്ലിക്കല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കുന്നത്, വേറെ വല്ലതും വന്ന്. ഒരു ലേഡി ഇങ്ങനെ കിടക്കുന്നവരില്ലേ, ആ ഒരു ലേഡി സത്യം, ഒരു പെണ്ണ് ചെറിയ കിടക്കുന്നവരുണ്ട്. അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ, നീ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം പോലെ അല്ലേ, വെള്ളച്ചാട്ടം ഫ്രീസായി നിൽക്കുന്നത്. ഫ്രീസായിട്ട് നിൽക്കുന്നത്. ആണെ കല്ലാണെ ഒരു ലേഡി ഇങ്ങനെ പുറകോട്ട് കിടക്കുന്നു, മുടി വിരിച്ചിട്ടേ. മഞ്ഞുകട്ടെ, ഒരു മഞ്ഞുമല ഇങ്ങനെ ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്ന പോലെ അല്ലേ, കൈലാസമൊക്കെ കാണുന്ന. അപ്പം ബാക്കി പ്രവൃത്തികളിലേക്ക് കിടക്കാം പാട്ടോ. ഇത് മോളിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചെല്ലി കിടക്കും. നമ്മളിപ്പം നമ്മുടെ വെള്ളിച്ചമ്മലയുടെ ഒരു 90% അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് വെള്ളിച്ചമ്മല. അവിടെ ഒരു വാച്ച് ടവർ പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാണുന്ന ഈരാറ്റുപേട്ട ടൗണ്, വാഗമണ്ണ്, ഇല്ലിക്കല്ല്, സകലമായ സംഭവങ്ങൾ കാണാം. ആ രാത്രി എഴുതാത്തതുകൊണ്ടോ ആ മഞ്ഞിൻ്റെ ഒരു ആ മിസ്റ്റ് പുകയൊക്കെ ആയിട്ട് എന്തൊരു ക്യൂട്ടാണ് വേണ്ടിയാണ്. ഓ അടിപൊളി, അടിപൊളി. നമ്മളീ പറഞ്ഞ ഈ വെള്ളിച്ചമ്മലയുടെ ചുരുക്കം പറഞ്ഞാൽ കാര്യമായിട്ട് നമുക്കൊന്നും കാണാനില്ല. പക്ഷേ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ വെള്ളിച്ചമ്മലയിൽ നിന്നുള്ള ഈ നമ്മുടെ ഹൈ റേഞ്ചിൻ്റെയും ഈരാറ്റുപേട്ട ടൗണിൻ്റെയൊക്കെ ആ ഒരു അല്ലേ, ആ ഒരു ലോങ് സൈഡ് വ്യൂ ആണ് ഇതിൻ്റെ ആക്ച്വലി ഉള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് രസമാണ് നോക്കി, അടിപൊളി അടിപൊളി. ഇതുകൊണ്ട് ആ മണ്ടയ്ക്ക് ഉണ്ട് ഒരുമാതിരി അതുപോലെ പാലരുകുമ്പാറയാണോ അതുപോലെ മഞ്ഞ് എന്നാ കാണുന്നത്, എനിക്കില്ല അതെന്നാ കാണുന്നത്. നമ്മുടെ ഷാഹിദാണ് അങ്ങനെ ഒരു ആലിപ്പഴം പൊട്ടി പീലിപ്പഴം പിറക്കി ഷാഹിദ് വന്ന് ഷാഹിദ് വന്ന്. പള്ളിയാണോ ഇത്? ആ പാട്ടിന്
വെല്ലിച്ചമലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം 6:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ ഇന്ന് വെല്ലിച്ചമല എന്ന് പറഞ്ഞാൽ സെൻറ് തോമസ് പള്ളിയാണ്, ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണ്, ഈരാറ്റുപേട്ട, ഇല്ലിക്കക്കല്ല് എല്ലാം മൊത്തം കാണാം. കാരണം നല്ല ഹൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ 150 മീറ്റർ ഒരു 1/2 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് നമ്മളിവിടെ വന്നത്. ഒരു 150-180 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്. അപ്പം കുത്തനെയുള്ള കയറ്റമാണ്, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രയാസപ്പെട്ട് ഞങ്ങളിവിടെ വന്നു, കണ്ടു. ഇതിലെ അത്യാവശ്യം എല്ലാ വീഡിയോകളെല്ലാം പകർത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.